हेलो स्टूडेंट्स ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സഞ്ചാർ और रचना भाग एक BSc ഒരു ലെസണാണ് ദോ കലാകാർ. അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ ഇവിടെ ആളുടെ ഇവിടെ നമ്മുടെ ലേഖക് ഉണ്ടല്ലോ ഭഗവതി ചരൺ വർമ്മ ആളുടെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇതിൽ ഫസ്റ്റ് തുടങ്ങുന്നത്. ആൾ ജനിച്ചത് 1903 മരിച്ചത് 1981. അപ്പോൾ ലേഖക് പരിചय. भगवती चरण वर्मा का जन्म उत्तर प्रदेश के उन्नाव जिले के ഷഫീപൂർ गाँव में हुआ था. അപ്പോൾ ആളുടെ ജനനം എവിടെ ഉണ്ടായ ആൾ ഉനാവ് ജില്ല, ഉത്തർപ്രദേശിൽ ഉനാവ് എന്ന് പറഞ്ഞിട്ടൊരു ജില്ലയുണ്ട്. അതിൽ ഷഫീപൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെയാണ് ആൾ ജനിച്ചത്. വർമാജീനെ ഇലാഹാബാദ് से BA LLB की डिग्री प्राप्त की और प्रारंभ में कविता लेखन किया. അപ്പോൾ ആള് BA LLB ചെയ്തു കൊടുക്കുന്നത് ഇലാഹാബാദിൽ നിന്നാണ്. പിന്നെ ആള് ഒരു കവിത എഴുതി തുടങ്ങി, പോയിംസൊക്കെ എഴുതി തുടങ്ങി. फिर उपन्यासकार के नाते विख्यात हुए. അതിന് ശേഷമാണ് ആള് നോവൽസൊക്കെ എഴുതി തുടങ്ങിയത്. ആ നോവൽസൊക്കെ നല്ല ഹിറ്റായിരുന്നു. ആ ഒരു പേരിലാണ് ആള് അറിയപ്പെടുന്നത്. 1933 के करीब പ്രതാപ്ഗഡ് കെ രാജ ബദ്രി കെ സാത്ത് രഹേ. പ്രതാപ്ഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലെ രാജാവ് ഉണ്ടായിരുന്നു ബദ്രി. അപ്പോൾ ആള് 1933 ആ ഒരു സമയത്തൊക്കെ ഈ രാജാവിൻ്റെ കൂടെയായിരുന്നു. 1936 के लगभग फिल्म कॉर्पोरेशन കൽക്കത്ത മേ കാര്യ കിയ. അപ്പോൾ പിന്നെ 1936 ആ സമയത്ത് ആള് ഫിലിം കോർപ്പറേഷൻ ഓഫ് കൽക്കട്ടയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. കുച്ച് ദിനോ വിചാർ നാമക് സപ്താഹിക് കാ പ്രകാശൻ സമ്പാദൻ കർണേ സമ്പാദൻ. അപ്പോൾ കുറച്ച് നാള് വിചാർ എന്ന് പറഞ്ഞിട്ട് ഒരു സപ്താഹിക ഒരു വീക്കിലി ഉണ്ടായിരുന്നു. അതിൽ എഡിറ്റിംഗ് ഒക്കെ ആൾ ചെയ്യുന്നുണ്ടായിരുന്നു. इसके बाद बम्बई में फिल्म कथालेखन तथा दैनिक नवजीवन का संपादन, फिर ആകാശവാണി കെ കയ കേന്ദ്രവും में कार्य. ഇതിന് ശേഷം ആൾ ബോംബെയിൽ പോയിട്ട് ഫിലിമിൽ എഴുതാനൊക്കെ തുടങ്ങി. പിന്നെ ദൈനിക് എന്ന് പറഞ്ഞു, പിന്നെ ഒരു ദൈനിക് നവജീവൻ കാ സമ്പാദൻ. ഒരു ദൈനിക് എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രകാശ് പ്രിന്റ് ചെയ്യുന്ന ഒരു നവജീവൻ എന്ന് പറഞ്ഞ ഒരു മേ ബി ഇറ്റ് മൈറ്റ് ബി എ ന്യൂസ് പേപ്പർ ആവാം. അതിൻ്റെ എഡിറ്റിങ്ങിൽ ആൾ പണി ചെയ്തു. പിന്നെ അതിനുശേഷം ആകാശവാണിയിൽ കുറേ സ്ഥലത്ത് കുറേ കേന്ദ്രങ്ങളിൽ ആൾ വർക്ക് ചെയ്തു. बाद में 1957 से जीवन के अंत तक स्वतंत्र साहित्यकार के रूप में लेखन किया. അതിനുശേഷം ഫ്രം 1957 പിന്നെ ആൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആളെന്താ ചെയ്തു കൊടുക്കുന്നത്, ആളുടെ എഴുത്തിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മരിക്കണ വരെ ആൾ അതിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. चित्रलेखा उपन्यास पर 2 बार फिल्म निर्माण हुआ और भूले बिसरे चित्र उपन्यास के लिए 1961 में साहित्य अकादमी पुरस्कार से सम्मानित पुरस्कार दिया गया. അപ്പോൾ ചിത്രലേഖ എന്ന് പറഞ്ഞ ആളുടെ ഒരു നോവലുണ്ട്. അതിൽ 2 പ്രാവശ്യം സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഭൂലെ ബിസ്രെ ചിത്ര ഈ ഒരു നോവലിന് വേണ്ടിയിട്ട് 1961 ആൾക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് നാടക് കാ സാരാംശം, സമറി ഓഫ് ദ നാടക് ड्रामे പേരാണ് दो कलाकार. इस नाटक में 2 कलाकारों चित्रकार मार्तांड और कवि चूड़ामणि के संघर्ष को दर्शाकर देश के कलाकारों के जीवन की विडंबना का वर्णन किया गया है. അപ്പോൾ ഈ ഡ്രാമയിൽ എന്താണ്, 2 ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചിത്രക്കാർ, പെയിൻറ്റിങ് ചെയ്യില്ല നമ്മൾ, ചുമരിലെ പെയിൻറ്റിങ് അല്ല കേട്ടോ, മറ്റേ നമ്മൾ വരയ്ക്കില്ലേ. അപ്പോൾ ചിത്രക്കാർ മാർത്താണ്ട്, ആ പെയിൻറ്റിങ് ചെയ്യുന്ന ആളുടെ പേരാണ് മാർത്താണ്ട്. ഓർ കവി ചൂടാമണി, കവിത എഴുതുന്ന ആളുടെ പേരാണ് ചൂടാമണി. അപ്പോൾ ഇവർ 2 പേരുടെയും ജീവിതത്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ ജീവിക്കും എത്ര അവർ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ പറഞ്ഞു കൊടുക്കുന്നത്. നാടക് മേ ചൂടാമണി ഓർ മാർത്താണ്ട് 2 दोस्त होते हैं. ഇവർ 2 പേരും ചൂടാമണിയും മാർത്താണ്ട്. ചൂടാമണി എന്ന് പറഞ്ഞാൽ കവിത എഴുതുന്ന ആളാണ്, പോയംസ് എഴുതുന്ന ആളാണ്. മാർത്താണ്ട് എന്ന് പറഞ്ഞാൽ പെയിൻറ്റർ ആണ്. അപ്പോൾ ഇവർ 2 പേരും കൂട്ടുകാരന്മാരാണ്. कवि चूड़ामणि शीर्ष गीतकार बनने का सपना देखता है, तो वहीं चित्रकार मार्तांड भी ऊंची लक्ष्य निर्धारित करता है. അപ്പോൾ കവി ചൂടാമണിക്ക് എന്താ മനസ്സിൽ, എനിക്ക് ടോപ്പ് മോസ്റ്റ് ലിറിസിസ്റ്റ് ആവണം എന്നായിരുന്നു. അതുപോലെ തന്നെ ചിത്രകാരൻ നമ്മുടെ മാർത്താണ്ഡനും നല്ലൊരു വലിയ അറിയപ്പെടുന്ന പെയിൻറ്റർ ആവണം എന്നായിരുന്നു ആഗ്രഹം.
लेकिन नियति उन्हें ऐसी स्थिति में ले जाती है कि वे अपनी सृजनात्मक क्षमता का उपयोग अपने लक्ष्यों को पाने में लगाने की बजाय जीवन की उलझनों से निपटने के लिए बहाने बनाने का में करते हैं. അപ്പോൾ ഇവർ വന്നു കൊടുക്കുന്നത് എന്താണ്, അവിടെ ഷെഹറിൽ പോയിട്ട് സിറ്റിയിൽ പോയിട്ട് ഒരാൾക്ക് നല്ലൊരു ലിറിസിസ്റ്റ് ആവണം, മറ്റേ ആൾക്ക് നല്ലൊരു കലാകാരാവണം, നല്ലൊരു പെയിൻറ്റർ ആവണം. പക്ഷെ ജീവിതത്തിലെ സംഘർഷങ്ങളുടെ ഇടയിൽ അവരെന്താ ആവുക, അവരുടെ ടാലൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ഇറ്റ് മീൻസ് അവരുടെ കരിയറിൽ മുന്നോട്ട് പോണ ആ ഒരു കാര്യത്തിൽ കാണിക്കാണ്ട് വേറെ കാര്യങ്ങളിലൊക്കെയാണ് ആൾക്കാർ അവരവരുടെ ടാലൻറ്റ് കാണിച്ചു തുടങ്ങുക. അപ്പോൾ ദോ കലാകാർ ഭഗവതി ചരൺ വർമ്മ. അപ്പോൾ ഇവിടെ ഡ്രാമ തുടങ്ങുകയാണ് കേട്ടോ. പാത്ര ആരൊക്കെയാണ് ഇതിലുള്ളത്, പാത്ര പരിചയം. ക്യാരക്ടേഴ്സ്: ചൂടാമണി ഒരു കവിയാണ്. മാർത്താണ്ഡ് ആൾ ഒരു പെയിൻറ്ററാണ്. പരമാനന്ദ് ഒരു പബ്ലിഷറാണ്, ഏക് പ്രകാശക്. രാമാനന്ദ് ഏക് റയീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാശുള്ള ഒരാൾ. അപ്പോൾ രാമാനന്ദ് ഭയങ്കര കാശുള്ള ഒരാളാണ്. ബുലാക്കി ദാസ് എന്ന് പറഞ്ഞാൽ ഇവർ താമസിക്കുന്ന വീടിൻ്റെ മക്കാൻ മാലിക്കാണ്. ഈ ബുലാക്കി ദാസിൻ്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ സ്ഥാൻ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ തരുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്ഥലം എവിടെയാണ്? കിസി ബഡേ ഷഹർ കെ ഏക് ബഡേ മകാൻ കാ ഏക് കമ്ര. ഏതോ ഒരു സിറ്റിയിലെ ഏതോ ഒരു സിറ്റിയിലെ ഒരു വലിയ വീടുണ്ട്, അതിൻ്റെ ഒരു വലിയ ഒരു മുറി. സമയം എത്രയാണ്? ദിൻ മേ കോയി സമയം, എന്താ പറയുക, ദിവസത്തെ ഏതോ ഒരു സമയം. ഏക് ബഡാസാ കമ്ര ഒരു വലിയൊരു മുറി. മേ കിസി പ്രകാർ കാ കോയി ഫർണിച്ചർ നഹി ഹൈ. ആ ഒരു മുറിയിൽ ഒരു ഫർണിച്ചർ പോലും ഇല്ല. अंदर की तरफ कमरे के आधे भाग में तस्वीरें बिखरी पड़ी है. ആ റൂമിൻ്റെ പകുതി വശത്ത് കുറേ ഫോട്ടോസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, വരച്ചിട്ടിട്ടുള്ള ഫോട്ടോസ് ഇങ്ങനെ താഴ്ത്ത് കിടക്കുന്നുണ്ട്. और दूसरी आधे भाग में പുസ്തകേ ബിക്രി പടി है. നെക്സ്റ്റ് ഹാഫിൽ എന്താ, കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. फर्श पर स्टेज के एक विंग से लेकर दूसरे विंग तक एक चटाई बिछी है. അപ്പോൾ സ്റ്റേജിൻ്റെ ഒരു സൈഡ് തൊട്ട് മറ്റേ സൈഡ് വരെ ചട്ടായി എന്ന് പറഞ്ഞാൽ പായ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. चटाई के बीचों बीच एक तकिया है जो स्टेज के सामने ना होकर दोनों विंगों की सामने है. അപ്പോൾ മിഡിലിൽ തന്നെ ഒരു തക്കിയ എന്ന് പറഞ്ഞ പില്ലോ ഉണ്ട്. അത് സ്റ്റേജിൻ്റെ മുമ്പിലേക്കല്ല വെച്ചുകൊടുക്കുന്നത്, ഇങ്ങനെയല്ല വെച്ചുകൊടുക്കുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ഇങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത്. അപ്പോൾ സ്റ്റേജിൻ്റെ അപ്പുറത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് ആ ഒരു തക്കിയ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത്. തക്കിയ എന്ന് പറഞ്ഞ പില്ലോ ഞാൻ പറഞ്ഞ പോലെ. तकिए को अपनी पीठ पर रखकर विंग के और मुंह किए एक और पंडित चूड़ामणि बैठे हैं और दूसरी ओर मिस्टर മാർത്താണ്ഡ് बैठे हैं. അപ്പോൾ ഈ തക്കിയ ഇങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇപ്പുറത്തും ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഓഡിയൻസിനല്ല നോക്കുന്നത്, ആ സ്റ്റേജിൻ്റെ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് ഇരിക്കുകയാണ്. തക്കിയെ और दूसरी ओर मिस्टर मार्तांड बैठे हैं. चूड़ामणि के आगे एक मोटा सा रजिस्टर है. ചൂടാമണിയുടെ മുമ്പിൽ ഒരു വലിയ തടിയൻ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. ജിസ് पर एक अदबनी तस्वीर लगी है. അപ്പോൾ അതിൽ ഒരു ആൾ എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് नॉट कंप्लीट. मार्तांड के हाथ में एक तूली है और वह तस्वीर बना रहा है. चूड़ामणि के आगे एक मोटा सा रजिस्टर है जिस पर एक अदबनी तस्वीर लगी है. ഓക്കെ, ഒരു ചൂടാമണിയുടെ കയ്യിലൊരു രജിസ്റ്ററാണ്, അതിലൊരു പൂർത്തിയാവാത്ത ഒരു ഫോട്ടോ ആണ്. അപ്പുറം ഇരിക്കുന്ന മാർത്താണ്ഡൻ്റെ കയ്യിൽ ഒരു തൂലിയുണ്ട്. തൂലി എന്ന് പറഞ്ഞാൽ ബ്രഷ് അല്ലെങ്കിൽ വാട്ട് എവർ ഒരു തിങ് വിച്ച് ഹീ ഈസ് യൂസിങ് ഫോർ ഡ്രോയിങ്. തുലി ഹെ ഓർ വഹ് തസ്വീർ ബനാ രഹാ ഹെ. എന്നിട്ട് ആൾ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ചൂടാമണി. ലിഖ്തെ ലിഖ്തെ കലം रोक कर
पर उनकी आंखें रजिस्टर पर ही लगी है. ചൂടാമണി ആള് എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ആള് എഴുതൽ നിർത്തിയിട്ട് ഉൻകി ആഖെ രജിസ്റ്റർ പെർ ഹി ലഗി ഹെ, പക്ഷെ ആള് രജിസ്റ്ററിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. സുന മാർത്താണ്ഡ്, ആജ് മേ പ്രകാശക് പരമാനന്ദ് കെ യഹാ ഗയാ താ. എടാ മാർത്താണ്ഡ്, ഞാൻ ഇന്ന് നമ്മുടെ പബ്ലിഷർ ഉണ്ടല്ലോ പരമാനന്ദൻ, ആളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. വഹ ബോല കി കിതാബെ ബിക്തി ഹി നഹീ ഹെ. ആള് പറയണ പുസ്തകങ്ങളൊന്നും വിൽക്കപ്പെടുന്നില്ല. പൈസ കഹാ സെ ആയെങ്കെ, അപ്പം എവിടെന്നാ നമുക്ക് കാശ് കിട്ടാം? पर पैसे मेरे पास नहीं है, അത് കാരണം ഒരു പൈസ എൻ്റെ കയ്യിലില്ല. और बदमाश ने कल ही एक मोटर खरीदी थी. അവൻ എന്തൊരു വലിയ നുണയാ പറയണമെന്ന് ആ ഒരു രീതിയിലാണ് പറയണത്. ഇന്നലെ തന്നെ അവൻ ഒരു മോട്ടോർ ബൈക്ക് വാങ്ങിച്ചത്, എന്നിട്ടാണ് അവൻ പറയണത് അവൻ്റെ കയ്യിൽ കാശില്ല. അപ്പം മാർത്താണ്ഡ് പറയും, തുലി റോക്കർ ഓർ തസ്വീർ കി ഓർ ധ്യാൻ സെ ദേക്കർ. അപ്പോൾ ബ്രഷ് ചെയ്ത് നിർത്തിയിട്ട് എന്നിട്ട് ആ ഫോട്ടോൻ്റെ ഇങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ച് നോക്കിയിട്ട്, ഭായ് യഹ് തോ ബുരി സുനായി ബടാ, ഇത് ഭയങ്കര മോശമായില്ലോടോ എന്ന് പറയും. मैं तो सोचता था कि तुम रुपए ले आए होगे. ഞാൻ വിചാരിച്ചു നീ കാശ് കൊണ്ടുവന്നിട്ടുണ്ടാവും. नहीं तो मैं ही लाला रामनाथ के हाथ 7 रुपए में तस्वीर बेच आता. അല്ലെങ്കിൽ ഞാൻ തന്നെ ലാല രാംനാഥിൻ്റെ അടുത്ത് പോയിട്ട്, ആ നല്ല കാശുകാരനുണ്ടല്ലോ രാംനാഥ്, ആളുടെ അടുത്ത് പോയിട്ട് 7 രൂപയ്ക്ക് എൻ്റെ ഒരു ഫോട്ടോ, ഞാൻ വരച്ചൊരു ഫോട്ടോ വിറ്റിട്ട് വന്നേനെ. चूड़ामणि रजिस्टर पर आंखें गड़ाता है, मस्तक पर बल पड़ जाते हैं. क्या कहा, तुम भी रुपए नहीं लाए. अब चूड़ामणि രജിസ്റ്ററിൽ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് മസ്തക് പേ ബെൽ പഠന എന്ന് പറഞ്ഞ് ഇങ്ങനെ ലൈൻസ് വരും. എന്ത്, നീയും കാശ് കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിക്കും. മാർത്താണ്ഡ് ചിത്ര പർ തൂലി സേ റങ് ദേത്തെ ഹുവേ. അപ്പോൾ ബ്രഷ് കൊണ്ട് അതിൽ കളർ അടിക്കുകയാണ്. लाता कैसे, എങ്ങനെയാ കൊണ്ടുവരാ? भला बताओ, 50 रुपए की तस्वीर के अगर कोई 25 तक दे तो भी वह बेची जा सकती है, लेकिन जब कोई यह कहे कि मैं 7 रुपए के ऊपर ना एक कौड़ी भी नहीं दे सकता, तब भला तुम ही बताओ मैं क्या कर सकता था. ഞാൻ എങ്ങനെ കാശ് കൊണ്ടുവന്നത് നീ പറയാം. 50 രൂപയാണ് ഈ ഒരു ഫോട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്, ഈ തസ്വീർ ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അതിന് ഒരു 25 രൂപയെങ്കിലും തരാഴ്ച ഞാൻ ഓക്കെ പറഞ്ഞാൽ. പക്ഷേ ഈ രാമാനന്ദ് 7 രൂപയുടെ മുകളിൽ തരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ അത് വിൽക്കുക, എങ്ങനെയാ പിന്നെ ഞാൻ കാശ് കൊണ്ടുവരാമെന്ന് ചോദിക്കും. അപ്പോൾ ചൂടാമണി ലിഖ്തേ ഹുവേ, ആള് എഴുതിക്കൊണ്ടേയിരിക്കണം. ऐसी बात है, ഓ അതാണല്ലേ കാര്യം. तुम्हारी जगह अगर मैं होता तो मैं उससे साफ कहता कि तुम्हारे बाप ने भी कभी तस्वीर खरीदी है कि तुम ही खरीदोगे, और यह कहकर मैं सीधा वापस आ जाता. ശരിയാണ്, പക്ഷെ ഞാൻ അയച്ചാലും ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ഞാൻ പറയും, നിൻ്റെ അച്ഛൻ ഇതുവരെ വല്ല ഫോട്ടോസ് വാങ്ങിച്ചിട്ടുണ്ടോ, പിന്നെയാണല്ലോ നീ വാങ്ങിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നതന്നെ. മാർത്താണ്ഡ് തസ്വീർ ബനാത്ത ഹുവ, മാർത്താണ്ഡ് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, अच्छा होता यार कि तुम ही मेरी जगह वहाँ होते. എൻ്റെ പകരം നീ തന്നെ അവിടെ അയച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് മാർത്താണ്ഡ് പറയും. അപ്പോൾ ചൂടാമണി ലിഖ്താ ഹുവ, तो क्या तुम बुद्ध की तरह चले आए. അപ്പം നീ ഒന്നും പറയാണ്ട് ഇങ്ങോട്ട് പോന്നാ എന്ന് ചോദിക്കും ചൂടാമണി. അവൻ എഴുതിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ചോദിക്കും, നീ ഒന്നും പറയാണ്ട് ഇങ്ങോട്ട് സ്റ്റാച്യൂലെ പോലെ അവിടെ നിന്നിങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കും. അപ്പം മാർത്താണ്ഡ് തസ്വീർ ബനാന റോക്കർ തസ്വീർ കി ഓർ ദേഖ്തേ ഹുവേ. അപ്പോൾ ആള് ആ പെയിൻറ്റിങ് നിർത്തിയിട്ട് പെയിൻറ്റിങ്ങിൽ തന്നെ നോക്കിയിട്ട്, നെഹി യാർ, ഇല്ല മോനെ, मैंने तो उठने की तैयारी करते हुए सिर्फ इतना कहा तुम चोर हो. ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നീ ഒരു കള്ളനാടാണ്. और जब उसने सिर उठाया तब मुझसे ना रहा गया और मैंने उसे कहा कि तू उठाई गिर है. और जब उसने मेरी तरफ देखा तब मैंने उसे इतना कहा कि इतना कहने का लालच ना रोक सका, और मैंने उसे कहा कि तुम गिरगट हो എന്ന് പറഞ്ഞു. അപ്പം ഇല്ലടാ, ഞാൻ എനിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കള്ളനാടാ. പിന്നെ അയാൾ തല അങ്ങനെ പൊക്കിപ്പൊളിക്കും. ഞാൻ പറഞ്ഞു, നീ ഒരു ക്ലെപ്റ്റോമാനിയാക്കാണ്. ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതൊരു സ്വഭാവമാണ്. ചിലവർക്ക് ഇങ്ങനെ ചൂണ്ടിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല അവർ, പക്ഷെ അതൊരു അവരുടെ ഒരു ക്യാരക്ടറിലുള്ളതാണ് അത്. അതൊരു തരം സൈക്കോളജിക്കൽ ഡിഫക്റ്റ് ആണ്. അപ്പോൾ നീ ഒരു ക്ലെപ്റ്റോമാനിയൊക്കെയാണ്, നീ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അതിനുശേഷം അയാൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി. അപ്പം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റിയില്ല, നീ ഒരു ക്രിക്കറ്റാണെന്ന് പറയും. ഓപ്പർച്യൂണിസ്റ്റ്, ക്രിക്കറ്റ് കെമിലിയോൺ ശരിക്കും പറഞ്ഞാൽ. അതിനെന്താ ഓന്ത്, എപ്പോഴും ഇങ്ങനെ കളർ മാറുന്ന ടൈപ്പ് ഒരാളാണെന്ന് പറയണ പോലെ. चूड़ामणि हंसते हुए रजिस्टर को देखता है. तो चूड़ामणि ചിരിച്ചുകൊണ്ട് രജിസ്റ്ററിൽ നോക്കിയിട്ട് बात तो तुमने बेजा ही नहीं कही, നീ പറഞ്ഞ കാര്യങ്ങൾ തെറ്റൊന്നുമില്ല എന്ന് പറയും. മാർത്താണ്ട് മുസ്കുറാത്തെ हुए तस्वीर पर तूली चलाते हुए, മാർത്താണ്ട് ചിരിച്ചുകൊണ്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, नहीं बात तो बेजा नहीं थी लेकिन जा बात कहने के जोश में मैं यह भूल गया था कि मैं उसके घर पर बैठा हूँ और उसके घर में 10-5 नौकर भी है. ഞാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഞാനൊരു കാര്യം മറന്നുപോയി. ഞാൻ ആളുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. പോരാ തന്നെ ആളുടെ വീട്ടിൽ 5-10 എന്താ പറയുക സെർവൻസ് ഉണ്ട്. ചൂടാമണി കലം ജമീൻ പർ ഠൂക്തേ ഹുവേ, ആള് കലം എന്ന് പറഞ്ഞ പെൻ ഇങ്ങനെ ഇങ്ങനെ താഴ്ത്ത് ഇങ്ങനെ 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 മുട്ടിക്കൊണ്ടിരുന്നിട്ട്, तो फिर तुम पिटे भी അപ്പൊ നിനക്ക് അടിയും കിട്ടിയാന്ന് ചോദിക്കും. മാർത്താണ്ട് തൂലി റോക്കർ മീൻസ് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ട്, अगर पिटता तो भी अच्छा था क्योंकि इधर बहुत दिनों से पिटा नहीं हूँ. അവരെ ഒരു അടിയൊക്കെ കിട്ടിയാച്ചാൽ കുഴപ്പമില്ല, കുറേ നാളായി ഒരു അടി കിട്ടിയിട്ട് എന്ന് പറയും. ലേക്കിൻ എനിക്ക് നോബത്ത് ഹി नहीं ആയി, പക്ഷെ അത് നടന്നില്ല, അടി കിട്ടിയില്ല. उसके नौकरों को आवाज़ उसने नौकरों को आवाज़ दी और 4 आदमी कमरे में घुस आए. അയാൾ ആളുടെ സെർവൻസിനെ വിളിച്ചോടെ 4 പേര് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. കമറേ മേ ഘുസ് ഗയെ. ഉസ്നെ കഹ മാറോ, അയാൾ പറഞ്ഞു അടിക്കടാന്ന് പറഞ്ഞു. ഓർ മേ സംജാ കി മുസ്സെ കഹ രഹാ, പക്ഷെ ഞാൻ എന്താ വിചാരിച്ച എന്നോട് പറയണ അടിക്കുന്നു. लिहाजा मैंने तना घूसा और वह बैठा था सामने, सो घूसा ठीक उसकी नाक पर पड़ा. അപ്പം ഞാൻ എന്താ വിചാരിച്ചത് എന്നോട് പറയണ അടിക്കടാന്ന്. അപ്പം ഞാൻ എന്താ ചെയ്ത, അവൻ എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കണ്ടെന്ന്. അപ്പം ശരിക്കും ഇതേ കൊടുത്ത് അവൻ്റെ മൂക്കിൽ വരണമെന്ന്. അപ്പോൾ ചൂടാമണി ചോക്കർ ഹാത്ത് ഉപ്പർ ഉഠാലിയ. അപ്പോൾ ചൂടാമണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല കയ്യിൽ വെക്കും. ഉപ്പർ ഉഠാന, ഹാത്ത് ഉപ്പർ ഉഠാന. വെൽ ഡൺ ഷബാഷ്, വെരി ഗുഡ് എന്ന് പറയും. ഫിർ ലിഖ്തേ ഹുവേ, പിന്നെയും അവൻ എഴുതി തുടങ്ങി. ലേക്കിൻ തും ബച്ച് कैसे गए, പക്ഷെ നീ എങ്ങനെ രക്ഷപ്പെട്ടുടാന്ന് ചോദിക്കും. മാർത്താണ്ട് തൂലി നീച്ചെ रखते हुए, यह बात हुई कि नौकरों ने संभाला उसे और मैं तस्वीर उठाकर वहाँ से भाग गया. എന്താ ഉണ്ടായ, അയാൾക്ക് നല്ലൊരു അടി കിട്ടപ്പോൾ എല്ലാം സർവൻസ് വന്നിട്ട് അയാളുടെ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. ഞാൻ ആ സമയം നോക്കിയിട്ട് അവിടുന്ന് എൻ്റെ ഫോട്ടോ എടുത്ത് ഒറ്റ ഓട്ടോ ഓടിയെന്ന് പറഞ്ഞു. लोग ले दे कहते ही रहे और मैंने सीधे घर पहुंचकर सांस लिया. അവർ പിടിക്കട അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഒറ്റ ഓട്ടത്തിൽ ഞാൻ ദേ വീട്ടിലെത്തി എന്ന് പറയും. കുച്ച് റുക്കർ ലേക്കിൻ ആയേഗാ വ ജറൂർ, പക്ഷെ അയാൾ എന്തായാലും വരും. കുറച്ചിങ്ങനെ നിന്നിട്ട് പറയും, गलती से मैं अपनी तस्वीर की जगह उसके बाप की तस्वीर जो उसी दिन विलायत से बनकर आई थी उठा लाया. പക്ഷെ അയാൾ ഇങ്ങോട്ട് വരും. എന്താ വെച്ചാൽ ഞാൻ അറിയാണ്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്നതിട്ടും പകരം അയാളുടെ അച്ഛൻ്റെ ഫോട്ടോ ആരോ വിലായത്ത് എന്ന് പറഞ്ഞ ഫോറിനിൽ നിന്ന് വരച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കൊണ്ടു കൊടുക്കുന്നു. ചൂടാമണി ലിഖ്തേ ഹുവേ, എഴുതിക്കൊണ്ടേയിരിക്കുമ്പോൾ, ഖേർ ചിന്താന കറോ, എന്തായാലും നീ टेंशन अड़कंड. मैं परमानंद की सोने की घड़ी उठाकर यहाँ कहता भागा कि अगर 2 घंटे के अंदर रुपए ना दिए तो घड़ी मैं बेच दूंगा. നീ വിഷമിക്കണ്ട, അവൻ്റെ തന്നെ ഘടി, സോനിയക്ക് ഘടി, അതും സ്വർണത്തിൻ്റെ വാച്ച് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് എന്ത് പറഞ്ഞിട്ടാണ് എടുത്ത് ഓടിയത്. 2 മണിക്കൂറിനുള്ളിൽ നീ കാശ് തന്നില്ലെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോയി വിൽക്കും എന്ന് പറയും. जेब से घड़ी निकालकर वह देखता है, बाहर से दरवाज़ा पीटने की आवाज़ आती है. दोनों अपना काम रोककर दरवाजे की ओर देखता है. അപ്പോൾ ചൂടാമണി
ആളുടെ ജേബ് ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിന് സ്വർണത്തിൻ്റെ വാച്ച് എടുത്ത് നോക്കും. എന്നിട്ട് നോക്കും. പിന്നെ ബഹാർസെ പുറത്തത്തെ വാതിൽ ആരോ നല്ലോണം തട്ടണ പോലെ ഇത് വരും, ശബ്ദം വരും. ദോനോ അപ്ന കാം ചോഡ്കർ രണ്ടുപേരും ആൾക്കാർ അവരുടെ പണി നിർത്തിയിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് നോക്കും. ആവാസ് പുറത്തുനിന്നുള്ള ശബ്ദം. ചൂടാമണി ജി എന്ന് പറയും. പുറത്തുനിന്ന് ചൂടാമണീനെ വിളിക്കും. ചൂടാമണി ജി. മാർത്താണ്ട് പറയും നെഹി ഹെ മൂവ് ഫേർക്കർ തസ്വീർ ബനാനെ ലഗ്താ ഹെ. അപ്പോൾ മാർത്താണ്ട് പറയും ഇവിടെ ചൂടാമണി ഇല്ല. പിന്നെ ആൾ വീണ്ടും ആളുടെ ഫോട്ടോ ഉണ്ടാക്കി തുടങ്ങും. ആവാസ് മാർത്താണ്ട് ജി. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഇത് വരും, മാർത്താണ്ട് ജി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പം ചൂടാമണി പറയും ഇല്ല, മാർത്താണ്ഡൻ ഇവിടെ ഇല്ല. പിന്നെയും ആൾ എഴുതി തുടങ്ങും. ആവാസ് ആപ് ദോനോ മോജൂദ് ഹേ കിവാഡ് ഖോലിയെ. ആൾ പറയും, പുറത്തു നിന്നുള്ള ശബ്ദം പറയും നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഉള്ളിലുണ്ടോ, ഒന്ന് വാതിൽ തുറക്കുമോ എന്ന് പറയും. ദോനോ നെഹി ഖോലെങ്കെ, തുറക്കില്ല എന്ന് പറയും. ആവാസ് ഹം ദർവാസ തോട് ദേങ്കെ, ഞങ്ങൾ വാതിൽ പൊളിക്കും. അപ്പോൾ ചൂടാമണി വ ഖുഷി സെ ബഡി ഖുഷി സെ എന്ന് പറയും. ആപ്ക ദർവാസ ഹെ, നിങ്ങൾ വാതിൽ പൊട്ടിച്ചോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങളുടെ അല്ലേ വാതിൽ എന്ന് പറയും. മാർത്താണ്ട് और अपनी चीज़ अगर आप तोड़े तो भला हम रोकने वाले कौन है. അപ്പോൾ മാർത്താണ്ട് പറയും നിങ്ങളുടെ വാതിൽ നിങ്ങൾ പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വെച്ചാൽ ഞങ്ങൾ ആരാ വേണ്ടെന്ന് പറയാൻ. അപ്പോൾ ആവാസ് പുറത്തുള്ള ശബ്ദം ഹം ആപ്സെ പ്രാർത്ഥന കർത്തെ ഹെ കി ദർവാസ खोलिए, ഐ ബെഗ് യു പ്ലീസ് വാതിൽ തുറക്കുക എന്ന് പറയും. ചൂടാമണി കിസ്സേ, ചൂടാമണി സേ യാ മാർത്താണ്ട് സേ. ആരോടാ പറഞ്ഞത്, ചൂടാമണിയോടാണോ അതോ മാർത്താണ്ഡനോടാണോ എന്ന്. അപ്പോൾ പുറത്തുനിന്ന് ശബ്ദം വരുന്നത് രണ്ടുപേരോടും. ദോനോ സേ. മാർത്താണ്ട് ദർവാസ खोलने का काम सिर्फ एक आदमी ही कर सकता है. അപ്പോൾ മാർത്താണ്ട് പറയും വാതിൽ ഒരാൾക്കേ തുറക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ആവാസ് अगर आप लोग दरवाज़ा नहीं खोलेंगे तो मैं ബഹാർ സേ താല ബന്ദ് കർ ദുങ്ക. അപ്പോൾ പുറത്തത്തെ വാതിൽ അവിടുത്തെ ശബ്ദം വരുന്നത് നിങ്ങൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാതിൽ പൂട്ടിടും എന്ന് പറഞ്ഞു. അപ്പോൾ ചൂടാമണി ഇസി ഹാലത്ത് മേ ദർവാസ ഹമേ തോടന പടേഗ. അങ്ങനെ വെച്ചാൽ പിന്നെ പുറത്തേക്ക് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വാതിൽ പൊളിക്കും. മാർത്താണ്ട് ഓർ നുക്സാൻ ആപ്കാ ഹി ഹോഗ. അപ്പം മാർത്താണ്ട് പറയും അതിലും നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് വരാൻ പോണത്. ആവാസ് മാർത്താണ്ട് ജി ആപ്സെ പ്രാർത്ഥന കർത്താ ഹൂം കി ദർവാസ खोलिए. അപ്പോൾ മാർത്താണ്ട് ജി ഞാൻ ഐ റിക്വസ്റ്റ് യു പ്ലീസ് വാതിൽ തുറക്കുക എന്ന് പറയും. മാർത്താണ്ട് ഹാ അബ് തുമ്നെ ബാത് ഢങ്സ് കി ഹെ. ഇപ്പം താൻ പറഞ്ഞത് ഓക്കെയാണ്. ആദ്യം എന്തിട്ട് പറഞ്ഞ ആരോടാ വാതിൽ തുറക്കാൻ പറയണമെന്ന് ചോദിച്ചാൽ രണ്ടുപേരോടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇപ്പം ഒരാളോട് മാത്രം പറഞ്ഞു. അപ്പം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് കാര്യമാണെന്ന് പറയും. മാർത്താൻ ഉട്ട്കർ ജഞ്ചീർ ഖോൽത്താ ഹെ. മാർത്താണ്ട് എന്നിട്ട് വാതിൽ തുറക്കും. ബുലാക്കി ദാസ് കാ പ്രവേശ്. ബുലാക്കി ദാസ് നമ്മൾ ആദ്യം കണ്ടുല്ലോ. ബുലാക്കി ദാസ് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഓണർ. ആള് ഉള്ളിലേക്ക് കയറും. मार्तांड जंजीर खुली छोड़कर लौटता है और अपनी जगह बैठकर तस्वीर बनाता है. അപ്പോൾ വാതിൽ തുറന്ന് തന്നെ വെക്കും. എന്നിട്ട് ആളുടെ സ്ഥാനത്ത് വന്നിരുന്ന ആൾ വീണ്ടും ഫോട്ടോ ഉണ്ടാക്കി തുടങ്ങി. ബുലാക്കി ദാസ് बीच कमरे में खड़े होकर मिडिल ऑफ द റൂമിൻ്റെ മിഡിലിൽ നിന്നിട്ട് 6 महीने हो गए हैं मुझे किराया चाहिए दोनों चुप रहते हैं. പറയാം 6 മാസമായി നിങ്ങൾ ഇതുവരെ റെൻറ്റ് തന്നിട്ടില്ല, എനിക്ക് റെൻറ്റ് വേണം. അപ്പോൾ രണ്ടുപേരും മിണ്ടാണ്ട് അവിടെ ഇരിക്കും. ബുലാക്കി ദാസ് ആപ് ലോഗ് സുൻതേ ഹെ. ഞാൻ നിങ്ങളോടാ പറയണേ, നിങ്ങൾ കേൾക്കണ്ട. ചൂടാമണി ബുലാക്കി ദാസ് കി ഓർ മുടുക്കർ. ചൂടാമണി ബുലാക്കി ദാസിൻ്റെ സൈഡിലേക്ക് നോക്കിയിട്ട് കൃപയാ കർക്കെ ആ ബാത് മാർത്താണ്ട് ജീസെ കീജിയെ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളത് മാർത്താണ്ടിൻ്റെ അടുത്ത് പറയൂ എന്ന് പറയും. ബുലാക്കി ദാസ് ക്യൂ ആപ്സെ ക്യൂനെ, എന്തുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചൂടാ. ചൂടാമണി ഇസ്ലിയെ കി अपने किवाड़ खुलवाया है मार्तांड से, मेरा किवाड़ अभी तक बंद है, लिहाजा आपको मुझसे बात करने का कोई अधिकार नहीं है. लिखते हुए. അപ്പോൾ ചൂടാമണി പറയും നിങ്ങൾ വാതിൽ ആരെ കൊണ്ടാണ് തുറപ്പിച്ച, മാർത്താണ്ടിനെ കൊണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ മാർത്താണ്ടിൻ്റെ അടുത്ത് സംസാരിക്കും. എൻ്റെ അനുസരിച്ചിട്ട് ഞാൻ ഇതുവരെ എൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടില്ല.
അപ്പോൾ നിങ്ങൾ മാർത്താണ്ഡൻ്റെ അടുത്ത് സംസാരിക്കുക. എന്താ മോളെ അവിടെ കിടന്നോ? എൻ്റെ പൂച്ചയാണ് കേട്ടോ. മാർത്താണ്ഡ് ബുലാക്കിദാസ് की तरफ मुड़कर അപ്പോൾ മാർത്താണ്ഡ് ബുലാക്കി ദാസിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട്, ലാല ബുലാക്കി ദാസ് आपने पहले आवाज़ दी चूड़ामणि को, वे यहाँ मौजूद हैं, आप उनसे बातचीत करें तस्वीर बनाते हुए. അപ്പോൾ മാർത്താവ് അതിനായിട്ടും വലിയ ഒരാൾ, അയാൾ പറയും നിങ്ങൾ ആദ്യം വിളിച്ചത് ചൂടാമണീനെ അല്ലേ, അതെ ചൂടാമണി ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കും. बुलाकी दास मैं आप दोनों से कहता हूँ कि जब से आप लोग इस कमरे में आए हैं तब से आप लोगों ने एक पैसा भी नहीं दिया. 6 महीने हो गए. 25 रुपये के हिसाब से 150 रुपये बनते हैं. ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വന്നിട്ട് 6 മാസമായി, ഇതുവരെയ്ക്കും നിങ്ങൾ ഒരു പൈസ പോലും തന്നിട്ടില്ല. ഒരു മാസം 25 രൂപയാണ് വാടക. അപ്പോൾ ഒരു മാസത്തിൻ്റെ 25 രൂപ കണക്കെടുത്താൽ ഇതുവരെയ്ക്കും നിങ്ങൾക്ക് ഇപ്പോൾ തരാനുള്ളത് 150 രൂപയാണ് എന്ന് പറയും. ചൂടാമണി ലിഖ്ന ബന്ദ് കർക്കെ ബുലാക്കി ദാസ് കി ഓർ ഘൂംതാ ഹെ. ചൂടാമണി എഴുതൽ നിർത്തിയിട്ട് ബുലാക്കി ദാസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കും. बिल्कुल झूठ. आपके नाती के मुंडन के निमंत्रण पत्र पर मंगल चरण की कविता मैंने लिखी थी. 1 महीने का किराया वहाँ अदा हुआ. चूड़ामणि फिर लिखता हुआ लिखना शुरू कर देता है. बुलाकी दास आश्चर्य से चूड़ामणि की ओर देखता है. പറയാം ചൂടാമണി പറയും, ദൈവമേ എൻ്റെ ഇത് ഇവള് വെഴുത്താൻ നോക്കാണ്. ചൂടാമണി പറയും, നിങ്ങൾ നുണയാ പറയണത്. നിങ്ങളുടെ മോൻ്റെ അവിടെ ഈ മുണ്ടനൊക്കെ ഭയങ്കര ഒരു ചടങ്ങ് പോലെ, നമ്മുടെ ഇവിടെ പേരിലൊക്കെ നടത്തുന്ന പോലെ അവിടെ മുണ്ടൻ നടത്താം. ഫസ്റ്റ് ടൈം ഹെഡ് ഷേവിങ് ചെയ്യില്ലേ, മുടി മൊട്ടടിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ നാത്തി എന്ന് പറഞ്ഞ മോളുടെ കുട്ടി, അതിൻ്റെ മുണ്ടന് ഞാനാണ് നിങ്ങളുടെ ആ ഇൻവിറ്റേഷനിൽ ആ കവിതയൊക്കെ എഴുതിയത് ഞാനാണ്. അപ്പം അങ്ങനെ ആ മാസത്തെ കാശ് അങ്ങനെ ഇതായി, ബാർട്ടർ സിസ്റ്റം പോലെ അതങ്ങനെ ക്യാൻസലായി എന്ന് പറയും. അപ്പോൾ മാർത്താണ്ഡ് പറയും, തേസി സെ ഘൂംകി, തിരിഞ്ഞു നോക്കിയിട്ട്, और आपके पूजा करने के लिए राधा कृष्ण जी की तस्वीर मैंने बना कर दी थी. दूसरे महीने का किराया वहाँ अदा हुआ. यह कहकर तस्वीर बनाने लगता है और बुलाकी चंद आश्चर्य से मार्तांड की तरफ देखता है. അപ്പം തന്നെ മാർത്താണ്ഡ് തിരിഞ്ഞു നോക്കിയിട്ട് പറയാം, ആ ജന്മാഷ്ടമി എന്ന് പറഞ്ഞാൽ അറിയാലോ, അഷ്ടമി രോഹിണിയുടെ സമയത്ത് നിങ്ങളുടെ ഇതുണ്ടായിരുന്നല്ലോ, ആ ഒരു രാധാകൃഷ്ണൻ്റെ ആ ഒരു മന്ദിർ, ആ ഒരു ഇത് ഞാനാണ് അതിൻ്റെ ഫുള്ള് സജ്ജീകരണമൊക്കെ ചെയ്തത്. അപ്പോൾ 2ാമത്തെ മാസത്തെ കാശ് അങ്ങനെ ഇതായി, എന്താ പറയുക, ക്യാൻസലായി എന്ന് പറയും. പിന്നെ മാർത്താണ്ഡ് പറയും, तेजी से घूमकर, और आपको पूजा करने के लिए राधा कृष्ण की तस्वीर मैंने बनाकर दी थी. दूसरे महीने का किराया वहाँ अदा होता है. यह कहकर तस्वीर बनाने लगता है. बुलाकी चंद आश्चर्य से मार्तांड की ओर देखता है. അപ്പോൾ മാർത്താണ്ഡ് അപ്പം തന്നെ തിരിച്ചിട്ട് പറയും, നിങ്ങളുടെ വീട്ടിലേക്ക് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് രാധാകൃഷ്ണൻ്റെ ഫോട്ടോ ഞാനാണ് ഉണ്ടാക്കി തന്നത്. അപ്പം അങ്ങനെ 2ാമത്തെ മാസത്തെ ഇതും കഴിഞ്ഞു, എന്താ പറയുക, കിരായ ക്യാൻസലായി എന്ന് പറയും. പിന്നെ അപ്പം ചൂടാമണി തിരിഞ്ഞിട്ട് പറയും, ആപ്കെ छोटे लड़के के विवाह के पर मैंने कवि सम्मेलन करवाया था. 3 महीने का किराया वहाँ अदा हुआ. कहते हुए लिखता है, बुलाकी चंद आश्चर्य से चूड़ामणि को देखता है. അപ്പോൾ ചൂടാമണി തിരിഞ്ഞിട്ട് പറയും, നിങ്ങളുടെ താഴെയുള്ള മോൻ്റെ വിവാഹത്തിന് കവി സമ്മേളനം ഞാൻ നടത്തിച്ചു. അപ്പോൾ അങ്ങനെ 3ാമത്തെ മാസത്തിൻ്റെ കിരായ റെൻ്റ് അങ്ങനെ അവിടെ ക്യാൻസലായി എന്ന് പറയും. അപ്പോൾ ബുലാക്കി ചന്ദ് ഇങ്ങനെ വായ തുറന്നിങ്ങനെ നോക്കണം പാവം. പിന്നെ മാർത്താണ്ഡ് പറയും, ജന്മാഷ്ടമി മേ आपके मंदिर की झांकी मैंने सजाई थी. 4थे महीने का किराया वहाँ अदा हुई. कहकर तस्वीर बनाने लगता है. അപ്പോൾ മാർത്താണ്ഡ് പറയും, ജന്മാഷ്ടമിക്ക് നിങ്ങളുടെ മന്ദിറിൻ്റെ ഝാങ്കി എന്ന് പറഞ്ഞാൽ ബാലെ പോലെ ഉണ്ടാവില്ലേ, അത് ഞാനാണ് തന്നത്. അപ്പോൾ 4ാമത്തെ മാസത്തെ കിരായ അവിടെ ക്യാൻസലായി. അപ്പോൾ ബുലാക്കിദാസ് ഇങ്ങനെ ഭയങ്കര ആശ്ചര്യം വെച്ചിട്ട്, ബുലാക്കിദാസ് ആശ്ചര്യ സെ മാർത്താണ്ഡ് की ओर देखता है, फिर कुछ चुप रहता है. ആള് ഭയങ്കര ആശ്ചര്യത്തിൽ മാർത്താണ്ഡിനെ ഇങ്ങനെ നോക്കും.
കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നിട്ട് പറയും, അജി വാ, ഇത്തനെ ജറാ ജറാ സെ കാം കെ റുപേ, ആഹാ ഇത്ര ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് കാശാ, വാ തോ ആപ്നെ അപ്നേപ്പൻ മേ കിയാ था, നിങ്ങൾ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, അത് ഫ്രണ്ട്സ് പോലെയാണല്ലോ, അത് കാരണമാണല്ലോ നിങ്ങളത് ചെയ്തത്. മാർത്താണ്ട് തസ്വീർ ബനാത്തെ ഹുए हमने काम तो किया, आप तो बिना काम किए हुए ही रुपए मांगते हैं. അപ്പം മാർത്താണ്ട് പറയാം, ഞങ്ങൾ പിന്നെയും പണിയെടുത്തിട്ടാണ് കാശ് ചോദിക്കണം, നിങ്ങൾ ഒരു പണിയെടുക്കാണ്ടല്ലേ കാശ് ചോദിക്കാറുന്നു. ചൂടാമണി ലിഖ്താ ഹുവ, ചൂടാമണി എഴുതിക്കൊണ്ട്, और आप भी अपने पन में किराया जाने दीजिए. അങ്ങനെ വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തിനാ റെന്റ് വാങ്ങിക്കണം ഞങ്ങളുടെ കയ്യിൽ നിന്ന്. ബുലാക്കി ദാസ്, ആപ് ലോഗ് അജീബ് തരസ് കെ ആത്മീയ, നിങ്ങൾ ഒരു വിചിത്രമായ ആൾക്കാരാട്ടോ നിങ്ങൾ എന്ന് പറയും. अच्छा यह 4 महीने का किराया हुआ, अब 2 महीने का किराया दीजिए और मकान खाली कीजिए. അപ്പോൾ ആൾ പറയും, എന്നാൽ ശരി 4 മാസത്തെ കാശ് നിങ്ങൾ തന്നു എന്ന് വിചാരിക്കുക, ഇനിയിപ്പോൾ 2 മാസത്തെയും കൂടി ബാക്കിയുണ്ടല്ലോ, അത് താ, എന്നിട്ട് ഈ വീട് അങ്ങോട്ട് കാലിയാക്കുക എന്ന് പറയും. चूड़ामणि घूमकर, संसार का एक महाकवि आपके इस चिड़िया खाने नुमा घर में रह रहा 5वें महीने का किराया वह अदा हुआ. അപ്പോൾ ചൂടാമണി തിരിഞ്ഞിട്ട്, ഈ സംസാരിൽ, ഈ വേൾഡിൽ തന്നെ ഓൾമോസ്റ്റ് ഏറ്റവും വലിയ കലാകാരാണ്, മഹാകവിയാണ് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്. അത് അതും എങ്ങനെ, ഈ ഒരു സൂ പോലത്തെ നിങ്ങളുടെ ഒരു വീട്ടിൽ, ഒരു ചിടിയാഖാന എന്ന് പറഞ്ഞാൽ കേജിൻ്റെ പോലത്തെ ഒരു വീട്ടിൽ, അപ്പം നിങ്ങൾ ഇങ്ങോട്ട് കാശ് തരണ്ടെന്ന്. അപ്പം അങ്ങനെ 5-ാം മഹീനയിലത്തെ ഇത് ക്യാൻസലായി എന്ന് പറയും, കിരായ ക്യാൻസലായി എന്ന് പറയും. അപ്പം മാർത്താണ്ട് തിരിഞ്ഞിട്ട് പറയും, संसार का एक श्रेष्ठ चित्रकार आपके इस जानवर के रहने वाले काबिल मकान में रहा, 6ठे महीने का किराया वहाँ अदा हुआ, परमानंद का प्रवेश. उन्हें देखते ही चूड़ामणि उठ खड़ा होता है. അപ്പം മാർത്താണ്ട് പറയും, ഈ ലോകത്തിൽ ഏറ്റവും വലിയ ചിത്രകാരൻ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ജാൻവർ, മനുഷ്യൻ, പശുക്കൾ ജീവിക്കണ ഒരു സ്ഥലത്ത് പോലത്തെ ഒരു സ്ഥലത്ത് ഇവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ യു ആർ ലക്കി. അപ്പോൾ എന്തായി, അപ്പോൾ 6-ാമത്തെ മഹീനയിലത്തെയും കാശ് അങ്ങനെ ക്യാൻസലായിപ്പോയി. ആ സമയത്താണ് പരമാനന്ദ് എന്ന് പറഞ്ഞ ഒരാൾ ഉള്ളിലോട്ട് കയറി വരണ. ചൂടാമണി എഴുതി നിൽക്കണം. ചൂടാമണി, ആയിയെ പരമാനന്ദ് ജി, പധാരിയെ, സ്വാഗത് ഹെ. വരൂ വരൂ മിസ്റ്റർ പരമാനന്ദ്, വരൂ, നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യണമെന്ന് പറയും. अभी अभी आपकी कीर्ति खाता पर एक पुराण आरंभ किया था. ഇപ്പം തന്നെ ഞാൻ നിങ്ങളുടെ ഒരു പുരാണം എഴുതി തുടങ്ങായിരുന്നു, നിങ്ങളുടെ സൽമൻസിനെ കുറിച്ചിട്ട്. ബേഡ്കർ പഠിത്താഹും, ഞാൻ ഇരുന്ന് വായിക്കാൻ വേണമെങ്കിൽ. झूठ, दगाबाजी, मक्कारी, दुनिया के जितने छल छंद नहीं बचे हैं, इसमें कोई धन्य प्रकाशक इनसे कोई धन्य प्रकाशक परमानंद, इसलिए हम लिखने बैठे हैं लंबा चौड़ा एक पुराण. നിങ്ങളുടെ പോലത്തെ ഒരു നുണയൻ, എന്താ പറയുക ചതിയൻ, ഉള്ള പൊട്ട കാര്യങ്ങൾ മുഴുവൻ പറയും. നിങ്ങളുടെ പോലത്തെ ഒരു മനുഷ്യൻ ഈ നുണയൻ, ചതിയൻ, എന്താ പറയുക, ഈ ലോകത്തിലേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ പോലത്തെ ഒരു ധന്യപ്രകാശം എന്ന് പറഞ്ഞാൽ ഇത്ര നല്ലൊരാളെ കുറിച്ചിട്ട് ഞാൻ എഴുതാൻ പോണ ഒരു വലിയൊരു കോസ്മോളജി, ഒരു പുരാണം. പരമാനന്ദ് ഹാത്ത് ജോഡ്കർ, കൈ കൂപ്പിയുണ്ട്. ചൂടാമണി ജി ആപ് ബസ് കീജിയെ, മേ ആപ്കെ റുപേ ലായോ. ചൂടാമണി ജി ഒന്ന് ക്ഷമിക്ക്, ഞാൻ നിങ്ങളുടെ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. പരമാനന്ദ്, അല്ല ചൂടാമണി, ഘൂംകർ, അച്ഛാ റുപേ ലായേ, ആ കാശ് കൊണ്ടുവന്നിട്ടുണ്ടാ. മുസ്കുറാത്ത ഹുവ രജിസ്റ്റർ കി കവിത കാട്ടത്ത ഹെ, എന്നിട്ട് രജിസ്റ്ററിൽ വെറുതെ ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അത് കട്ട് ചെയ്യും. तो फिर यह पुराण लिखना बंद किए देता हूँ, എന്നാൽ പിന്നെ ഈ പുരാണം എഴുതൽ ഞാൻ നിർത്താണ്. പരമാനന്ദ് ജേബ് സെ കുछ നോട്ട് നിക്കാൽ കർ ദേത്താ ഹെ, പരമാനന്ദ് പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ട്സ് കൊടുക്കും. ചൂടാമണി बैठे നോട്ട് लेकर बिना गिने हुए अपनी जेब में डाल देता है. ചൂടാമണി അത് ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വായിക്കൊന്നുമില്ല, നോക്കില്ല എത്രയുണ്ടെന്ന്, ആളുടെ പോക്കറ്റിൽ അങ്ങോട്ട് ഇടും. പരമാനന്ദ്, അച്ഛാ അബ് മേരി ഘടി, അന്ന് എൻ്റെ വാച്ച് തായോ. പരമാനന്ദിൻ്റെ ഗോൾഡിൻ്റെ വാച്ച് വെച്ച് കൊടുക്കാണല്ലോ കയ്യിൽ.
ചൂടാമണി ആശ്ചര്യ से परमानंद को देखते हुए ആശ്ചര്യം കൊണ്ട് പരമാനന്ദിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് तो आप घड़ी वापस लेने आए हैं ഓ അപ്പൊ ഘടി തിരിച്ചു വാങ്ങിക്കാൻ വന്നു കൊടുക്കുകയാണല്ലേ പരമാനന്ദ് ജി ഹാ അതെ चूड़ामणि बहुत अच्छा ओ अंदर अन्ना शेरी बाएं हाथ से घड़ी निकालकर परमानंद को देता है दाएं हाथ से रजिस्टर पर लिखता है ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പരമാനന്ദിന് ആ ഘടി കൊടുക്കും റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ആൾ എഴുതും യഹ ലീജിയ ആപ്കി ഘടി और यह शुरू हुई परमानंद पुराण ഇന്നോ നിങ്ങളുടെ ഘടി ഞാൻ ദേ വീണ്ടും നിങ്ങളുടെ പുരാണം എഴുതാൻ പോവാണ് ഉൻകി ബീവി മനാ രഹി ഹോ ജായേ വഹ ജൽദി റാണ്ട് അപ്പം പറയാം ആൾ പരമാനന്ദിൻ്റെ വൈഫ് മീൻസ് ആൾ എഴുതണ ഒരു രൂപത്തിലാണ് പറയണത് ആളുടെ ബീവി ആളുടെ വൈഫ് പറയാണ് ഭഗവാനെ ഞാൻ പെട്ടെന്ന് വിധവയാവട്ടെ എന്ന് പരമാനന്ദ് ഇത് കേട്ട ഉടനെ ഹാथ जोड़ के കൈ കൂപ്പിയോണ്ട് नहीं नहीं यह घड़ी मेरी और ये आपको भेंट मेरी ओर से आपको भेंट करता हूँ അയ്യോ വേണ്ട വേണ്ട അതെ എടുത്തോ നീ ഈ വാച്ച് ഞാൻ ഞാൻ നിനക്കൊരു ഗിഫ്റ്റായിട്ട് ഇത് തരാമെന്ന് പറയും ചൂടാമണി ഘടി വാപ്പസ് ലേता है ചൂടാമണി ആ ഘടി വാപ്പസ് കയ്യിലേക്ക് തിരിച്ചെടുക്കും इस समय लाला रामनाथ का प्रवेश होता है लाला रामनाथ के हाथ में एक चित्र है മാർത്താണ്ഡ് ഉठ खड़ा होता है ആ സമയത്ത് ലാല രാംനാഥ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വരും ആളുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട് അപ്പം മാർത്താണ്ഡ് എൻറ്റ് നിൽക്കും മാർത്താണ്ഡ് आइए पधारिए लाला रामनाथ साहेब कैसे कष्ट करना पड़ा ആ വരൂ വരൂ സാറേ എന്താ ഇവിടത്തോളം വന്നേ रामनाथ मार्तांड जी आप अपनी तस्वीर की जगह मेरे पिताजी की चित्र ले आए हैं यह लीजिए और मेरे पिताजी की चित्र वापस कीजिए മാർത്താണ്ഡ് ജി നിങ്ങൾ നിങ്ങളുടെ തസ്വീർ എൻ്റെ വീട്ടിൽ മറന്നു വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ ഇതേ നിങ്ങളുടെ ഫോട്ടോ എടുത്തോ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് തിരിച്ചു തരുമെന്ന് പറയും മാർത്താണ്ഡ് अरे हाँ बड़ी गलती हो गई मैं क्षमा प्राप्ति हूँ ആ യെസ് 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 എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റി ഐ എം സോറി എന്ന് പറയും ബഗൽ സെ ചിത്ര ഉഠാക്കർ രാംനാഥ് को देता है സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് രാംനാഥിൻ്റെ കയ്യിൽ കൊടുക്കും യഹ ലീജിയെ ആപ്കി पिताजी की तस्वीर दे നിങ്ങളുടെ പിതാജിയുടെ ചിത്ര रामनाथ चित्र देखता है फिर क्रोध में ये आपने क्या किया नाक गायब कर दी നിങ്ങളിതിപ്പോൾ എന്താ ചെയ്ത് മൂക്ക് എവിടെ ഇതെൻ്റെ എന്ന് ചോദിക്കും മാർത്താണ്ഡ് लालाजी नाक तो आपने अपने पिताजी की कटवा दी 50 रुपए के चित्र के दाम 7 रुपए लगाकर രാംനാഥ് ജി നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ നാക്കാട്ടണമെന്ന് ഹിന്ദിയിൽ ഒരു മുഹാവറയാണ് മീൻസ് അവരെ മലയാളത്തിൽ എങ്ങനെയാണ് പറയുക അതിനെ നാക്കാട്ടണ എന്ന് പറഞ്ഞാൽ താഴ്ത്തി കാണിച്ചത് നിങ്ങളാണ് നിങ്ങളുടെ അച്ഛനെ താഴ്ത്തി കാണിച്ചത് 50 രൂപയുടെ എൻ്റെ ഫോട്ടോന് 7 രൂപ പറഞ്ഞിട്ട് എന്ന് പറയും मार्तांड सब लोगों की ओर घूमता है എല്ലാവരും ഇങ്ങനെ നോക്കും മാർത്താണ്ഡ് आप लोग जानते हैं ये हैं लाला रामनाथ आपके पिता बड़े दानी थे बड़े पुण्यात्मा थे और आप उनके सुपुत्र ने उनकी नाक कटवा दी आपकी तारीफ നിങ്ങൾക്കറിയോ ഇവരാരാണ് ഇവർ രാംനാഥാണ് ഇവരുടെ അച്ഛൻ വലിയൊരു പുണ്യാത്മാവായിരുന്നു വലിയ നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഇവര് ശരിക്കും പറയച്ച അച്ഛൻ്റെ തൊട്ട് വിപരീതമുള്ളൊരു മനുഷ്യനാണ് രാംനാഥ് ബാത്ത് കാട്ട്കർ രാംനാഥ് ആള് ഇനിയും സംസാരിക്കാനായിട്ട് മുമ്പ് രാംനാഥ് പറഞ്ഞു തുടങ്ങും അച്ഛാ ഈ തസ്വീർ മേനെ ലേലി ശരി ഞാൻ തൻ്റെ ഫോട്ടോ ഞാൻ വാങ്ങിക്കാം തൻ്റെ പെയിൻറ്റിങ് ഞാൻ വാങ്ങിക്കാം യഹ ലീജിയെ 50 रुपए എന്നാ 50 ദേ എടുത്തോളൂ 50 രൂപ എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഒന്ന് ശരിയാക്കി തായോ रामनाथ मार्तांड को नोट देता है मार्तांड बिना गिने ही नोट अपने जेब में रख लेता है फिर रामनाथ के हाथ से तस्वीर लेकर तूली से नाक ठीक कर देता है അപ്പോൾ രാംനാഥ് എന്താ പറയുക മാർത്താണ്ഡ് രാംനാഥിൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുക്കും എന്നിട്ട് അല്ല കാശ് എടുത്തിട്ട് പോക്കറ്റിലിടും എന്നിട്ട് രാംനാഥിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുടെ മൂക്ക് ശരിയാക്കിയിട്ട് രാംനാഥിൻ്റെ കയ്യിൽ കൊടുക്കും മാർത്താണ്ഡ് യഹ ലീജിയെ ഉൻകി നാക്ക് സഹി സലാമത്ത് വാപ്പിസ് ആ ഗയി ദേ ആളുടെ മൂക്ക് ശരിക്കും സ്ഥാനത്ത് വന്നിട്ടുണ്ട് രാംനാഥ് ചിത്ര ലേക്കർ ജൽദി ജാता है और पीछे
പരമാനന്ദ് जाता है. അപ്പോൾ രാംനാഥ് വേഗം ഫോട്ടോ എടുത്തിട്ട് പോവും. അതിൻ്റെ പിന്നാലെ പരമാനന്ദും പോവും. അപ്പോൾ ബാക്കി അവിടെ ഉള്ളത് ബുലാക്കി ആണ്, വീട്ടിലത്തെ ഓണർ ബുലാക്കി ദാസ്. अब आपके पास रुपए आ गए हैं, കിരായ അദാ കർ ദീജിയെ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാശുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ റെൻറ്റ് ഒന്ന് തരൂ. ചൂടാമണി कह तो दिया कि किराया हम लोगों ने चुका हम लोग दे चुके, अब जब चढ़ेगा तब देंगे. ഹേയ്, നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ 6 മാസത്തെ വാടക ഞങ്ങൾ ഓരോന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാൻസലായില്ലോ വാടക. ഇനിയും ഇവിടെ നിൽക്കുമ്പോൾ വാടക തരണമല്ലോ, അപ്പം ഞങ്ങൾ തരാമെന്ന് പറയും. बुलाकी दास किराया चढ़ने की नौबत ही नहीं आएगी, आप लोग अभी मकान खाली कीजिए. കിരായ ഇനി നിങ്ങൾക്ക് റെന്റ് തരേണ്ട ആവശ്യം വരില്ല, നിങ്ങൾ ഇപ്പം തന്നെ ഈ വീട് കാലിയാക്കും. മാർത്താണ്ഡ് बुलाकी दास हम आपकी तस्वीर बनाकर प्रदर्शनी में भेजेंगे और आपकी उस तस्वीर में आपकी नाप का होना हमारे इस मकान में रहने या इस मकान से जाने पर निर्भर करता है. മാർത്താണ്ഡ് അപ്പോൾ പറയും, നിങ്ങളുടെ ഫോട്ടോ ഞാനൊരു എന്താ പറയുക പ്രദർശനി എന്ന് പറഞ്ഞ എക്സിബിഷനിൽ കൊടുക്കും. അപ്പോൾ ആ ഫോട്ടോയിൽ മൂക്ക് വേണോ വേണ്ടേന്ന് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യണം അറിയോ? ഞങ്ങൾ ഇവിടെ നിൽക്കണോ വേണ്ട, അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾക്ക് മൂക്ക് വെക്കണോ വേണ്ടോന്ന്. ചൂടാമണി और अगर हम इस मकान से गए तो परमानंद पुराण के साथ बुलाकी पुराण बना देंगे, समझे. അപ്പോൾ പരമാനന്ദനെ കുറിച്ച് ഞാനൊരു പുരാണം എഴുതാൻ പോവായിരുന്നല്ലോ. അഥവാ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറ്റിയ ഞങ്ങൾ ബുലാക്കി പുരാൺ എഴുതി തുടങ്ങുന്നു. അപ്പോൾ ബുലാക്കി ദാസ് ആപ് ദോനോ ബഡേ ബദ്മാഷ് ഹേ, നിങ്ങൾ രണ്ടുപേരും തനി റൗഡികളാണ്. ഹം ആപ് ലോഗോं को समझ लेंगे, तेजी से जाता है, ഞാൻ നിങ്ങളെ കണ്ടോളാം. ചൂടാമണി ഉട്ട്കർ ദർവാസ ബന്ദ് करता है, ചൂടാമണി എന്നിട്ട് വാതിലടയ്ക്കും. फिर अपनी जगह बैठ के लिखने लगता है. मार्तांड चित्र बनाने लगता है. അപ്പോൾ ചൂടാമണി എഴുതി തുടങ്ങും. ചൂടാമണി എന്നിട്ട് വാതിലടച്ചിട്ട് സ്വന്തം പ്ലേസിൽ വന്നിരുന്നിട്ട് ആൾ എഴുതി തുടങ്ങും. മാർത്താണ്ഡ് ചിത്രം വരച്ചു തുടങ്ങും. അപ്പോൾ ഇതാണ് ഡ്രാമ. ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്, ഭയങ്കര മീൻസ് അവർ നാവ് നല്ലോണം ഉണ്ട് അല്ലേ, എങ്ങനെയാ കാര്യങ്ങൾ നടത്തേണ്ടതെന്ന് അവർക്ക് നല്ലോണം അറിയാം. പക്ഷെ അവർ രണ്ടുപേരും വന്നത് എന്തിനായിരുന്നു? അവർ വന്നത് ശരിക്കും വലിയ കലാകാർ, ഒരാൾ വലിയ ലിറിസിസ്റ്റ് ആവാനായിരുന്നു, മറ്റേ ആൾ വലിയ ഒരു പെയിൻറ്റർ ആവാനായിരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർ ഇങ്ങനെയൊക്കെ ആയി മാറി. അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും തന്നിട്ടില്ല. അവിടെ ലാസ്റ്റ് കഠിൻ വേർഡ് മീനിങ്സ്, ചില വേർഡ് മീനിങ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ലെസൺ മൊത്തത്തിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഡ്രാമ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഈ സെയിം വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിച്ചാൽ കമൻറ്റ് ബോക്സിൽ എഴുതാം. ഞാൻ ഡെഫിനറ്റ്ലി അതിന് ഉത്തരം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അവരെടുത്ത് പറയാം, ഹിന്ദി ട്യൂട്ടർ സുഗന്ധി ബോസ്. എന്നിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടാച്ചാൽ പറയുക. അഥവാ ഇതിൽ നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മിസ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറുടെ കയ്യിൽ നിന്ന് വല്ല ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാച്ചാൽ അതും കമൻറ്റിൽ എഴുതിയാൽ ഞാൻ അതിൻ്റെയും ഹിന്ദിയിൽ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, നമസ്കാരം.